ശനി ദോഷമുള്ളവർ അല്ലെങ്കിൽ ശുക്രന്റെ ദോഷമുള്ളവർ, വ്യാഴത്തിന് ദോഷമുള്ളവർ, ഇവരുടെ എന്തെങ്കിലും ഒരു മേഖലയിൽ മേഖലയിൽ തടസ്സം വരും. പക്ഷെ ഇതും യോഗവുമായിട്ട് കണക്റ്റഡാ. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം കേമദ്രുമ യോഗം തന്നെ എടുക്കാം നമുക്ക്. അവർക്ക് വൈവാഹിക ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ മാനസിക ക്ലേശം കൂടിയിട്ട് ഈ മെൻ്റൽ ഡിപ്രഷൻ പോലത്തെ കാര്യങ്ങൾ, മാനസിക അസ്വാസ്ഥ്യം എന്ന് പറയും നമ്മൾ. അതായത് ഈ വിഷമം, ശോകാകുലത എന്നൊക്കെ പറയും. ശോകം കൂടി ടെൻഷൻ കൂടിയിട്ടുണ്ടാവുന്ന അസുഖങ്ങൾ, ഹൈപ്പർ ടെൻഷൻ പോലത്തെ പ്രശ്നം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഓൾറെഡി ഉണ്ടാവും. പക്ഷേ ഈ സമയം മോശമാകുന്ന സമയത്ത് ഇതൊന്നും കൂടി മൂർധന്യാവസ്ഥയിലേക്ക് പോകും. പ്രത്യേകിച്ച് യോഗം ചേരുന്ന ഗ്രഹങ്ങൾ, യോഗം എന്ന് പറഞ്ഞാൽ 2 ഗ്രഹങ്ങൾ കൂടി നിൽക്കുന്നതിനാണ് യോഗം എന്ന് പറയുക. ഈ ദോഷമായിട്ട് നിൽക്കുന്ന ചില യോഗങ്ങളുണ്ടല്ലോ, ആ യോഗത്തിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാസന്ധി, അതായത് അവരുടെ മോശ സമയങ്ങളിൽ ഈ സാധനം വർദ്ധിക്കും, മൂർച്ഛിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ ഗ്രഹങ്ങൾ കുറച്ചുകൂടി പവർഫുൾ ആവുക. നമുക്ക് എന്താണോ പ്രശ്നം ഉണ്ടാക്കുന്ന, ഇപ്പം ഞാൻ പറയാം, നമുക്കിപ്പം ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിക്കാം. ബാക്ടീരിയ ഭയങ്കര സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൂടില്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഈ ഗ്രഹങ്ങൾ കൂടുതൽ ശക്തിമാന്മാരാകുന്ന സമയത്ത് നമുക്ക് പ്രശ്നം കൂടും. അപ്പം നമുക്ക് താൽക്കാലിക അതിന് എന്തെങ്കിലും ശനിദോഷ പരിഹാരം കാര്യമൊക്കെ ചെയ്താൽ ഈ അസുഖം കുറയും. പക്ഷെ പൂർണ്ണമായിട്ട് ഇത് മാറില്ല. മാറണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ യോഗങ്ങളിലെ റൂട്ട് കോസ് ആയിട്ടുള്ള കാരണത്തെ മാറ്റുന്ന ചില ക്രിയകളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജകൾ, അതായത് യോഗഭംഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്ത്രശാസ്ത്രത്തിലൊരു വിധാനമുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക, രാശിചക്രം, നമ്മുടെ രാശിചക്രം പോലെ തന്നെ നവഗ്രഹങ്ങളെയും ആവാഹിച്ചിരുത്തിയിട്ട് അതിനകത്ത് നിന്ന് നമ്മുടെ ദുരിതം ആയിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ യോഗത്തെ കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനാണ് യോഗഭംഗം എന്ന് പറയാം. ആ ഒരു ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ ചീത്ത യോഗങ്ങളുടെ ഫലം കുറയുകയും നല്ല യോഗങ്ങൾ വർക്കാവുകയും ചെയ്യും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.